വരുമോ നിൻ തിങ്കളേ തിങ്കളേ. സ്നേഹിക്കാൻ അറിയാലോ, എനിക്കറിയില്ല. അവളെ നീ സ്നേഹിച്ച് 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 കൊല്ല്. ഞാനാണ് തെറ്റുകാരൻ. അവിടെ കൊണ്ടുവന്ന് താമസിക്കണ്ടായിരുന്നു. പോയി എന്റെ റീത്ത പോയി. നീ എന്നെ ചതിച്ച. എവിടെ ഭർത്താവ് ഉദ്യോഗസ്ഥൻ? അത് ശരി, അപ്പൊ സാറും ഇത് തന്നെ അവസ്ഥ. എന്താ ഈ വീട്ടിലുള്ളവർക്കെല്ലാം പറ്റിയത്? എന്ത് പറ്റാനാ? എല്ലാത്തിനും നീ ആ കാരണക്കാരി. ഞാൻ അന്ന് പറഞ്ഞല്ലേ ഭർത്താവിനൊരു കണ്ണു വേണമെന്ന്. നീ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് ഇപ്പൊ എന്ത് പറ്റി? എന്റെ ജീവിതവും തകർന്നു. ഈ റീത്ത പ്രസംഗിക്കാൻ പോന്നേ നിന്റെ ഭർത്താവിന്റെ കുഞ്ഞാ. എന്റെ ഭർത്താവിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞ ആരെന്നൊന്നും ഞാൻ നോക്കില്ല. കഴുത്ത് ഞെരിച്ച് കൊല്ലിഞ്ഞ. ഓ, കൈയെടുക്ക്. ആദ്യം നീ നിന്റെ ഭർത്താവിനെ പോയി കൊല്ലേ. നിന്റെ ഭർത്താവാണ് ഇവളുടെ ഗർഭത്തിന്റെ ഉത്തരവാദി. സ്റ്റീഫൻ, അരുത്. പറയൂടി. എല്ലാ സത്യവും എല്ലാവരും അറിയട്ടെ. ചെയ്യാത്ത എന്നെ നീ തകർത്തു കാണേണ്ടതിനെ. നീ സൂചിച്ചോടാ. ഒന്നല്ല രണ്ട് സുന്ദരികൾ. നിന്റെ യോഗം രണ്ടിന്റെയും വയറ്റില് നിന്റെ കുഞ്ഞുങ്ങളെ. നിന്റെ ഭാഗ്യം. എടുത്തോ, എൻജോയ്. വിമലേ, ചന്ദ്രൻ. സംശയിക്കണ്ട, ശ്രീമംഗലത്തെ തമ്പിയും വിമലാമ്പയും തന്നെ. ഞങ്ങളുടെ അവസ്ഥ ഇപ്പോ വളരെ കഷ്ടം. കോടീശ്വരിയായ ഒരു മരുമകളെ കിട്ടി. പക്ഷെ ആ ഗുണം അനുഭവിക്കാനുള്ള യോഗ്യമില്ലാതായിപ്പോയി. പുതിയ മരുമകളുടെ ദേഹത്ത് പഴയ മരുമകളുടെ ആത്മാവ് കയറി ഞങ്ങളെ ദ്രോഹിക്കാൻ തുടങ്ങി. ഇനിയും ശ്രീമംഗലത്ത് നിന്നാൽ ഞങ്ങൾ കൊല്ലപ്പെടും. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും പെരുവഴിയിലായി. പെരുവഴിയിലാകേണ്ടവരാ നിങ്ങള്. നിങ്ങൾ രണ്ടും കാരണം എന്റെ കുടുംബം നശിച്ചുപോയത്. ബാലാമണിയെ പീഡിപ്പിച്ചതിനും മറ്റും ദൈവം കനിഞ്ഞു തന്ന ശിക്ഷയാണിത്. അനുഭവിക്കേ, ശരിക്കും അനുഭവിക്കേ രണ്ടാളും. എന്റെ ചന്ദ്ര, ഈ അവസ്ഥയിൽ ഞങ്ങളെ കുത്തി മുറിവേൽപ്പിക്കരുത്. ഒരുപാട് തെറ്റ് ചെയ്തവരാ ഞങ്ങള്. അതിന്റെയൊക്കെ പേരിൽ വ്യസനമുണ്ട്. കുറ്റബോധം ഉണ്ടെന്ന് പറയുന്നതൊക്കെ ആത്മാർത്ഥമായിട്ട് തന്നെയാണോ? പിന്നല്ലാതെ. അതുകൊണ്ടല്ലേ ഈ ക്ഷേത്രനടയിൽ കുത്തിയിരുന്ന് പാപപരിഹാരം ചെയ്യാതെ വെച്ചത്. ഞങ്ങൾക്ക് പോകാൻ വേറൊരിടമില്ല ചന്ദ്ര. ഇന്നു മുതൽ കുറച്ചു നാളത്തേക്ക് ഇവർ രണ്ടുപേരും ഇവിടെ താമസം. എന്റെ മോളെ, ഒന്നും പറയണ്ട. ഞങ്ങൾക്ക് കണ്ടകശനിയുടെ ഉപദ്രവം. ആ ദേവികയുടെ ദേഹത്ത് ബാലയുടെ ആത്മാവ് കൂടിയിരിക്കുക. ശ്രീമംഗലത്ത് താമസിച്ച ഞങ്ങളെ രണ്ടാളെ അവള് ശരിപ്പെടുത്തും. നിവർത്തിയില്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു പോന്നതാ. ബാലയുടെ ആത്മാവിനെ കുറിച്ചൊന്നും നിങ്ങൾ വിളമ്പണ്ട. ആ കാര്യം ഞങ്ങളാരും വിശ്വസിച്ചിട്ടില്ല, ഇനിയൊട്ടും വിശ്വസിക്കാൻ പോകുന്നുമില്ല. അതേ കരുതിയല്ല നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത്. വന്നത്. 'എന്റെ ചന്ദ്ര, അവളുടെ പ്രകടനം വെച്ച് നോക്കുമ്പോ എങ്ങനെ വിശ്വസിക്കാതിരിക്കും?
അതൊക്കെ ആ പെണ്ണിന്റെ അടവാ നിങ്ങൾ അടിച്ചു പുറത്താക്കാൻ. ഒരു കണക്കിന് നിങ്ങൾ അതിന് അർഹരുവാ. ഞങ്ങളുടെ പെണ്ണിനെ അത്ര കണ്ട് ഉപദ്രവിച്ചിട്ടുള്ളതല്ലേ. ഇതൊക്കെ ഈശ്വരന്റെ ഒരു തിരിച്ചു തരലുകളാ. ചെയ്ത ദ്രോഹങ്ങൾക്കുള്ള ശിക്ഷ അനുഭവിക്ക്. ചന്ദ്ര, ശവത്തെ കുത്തി നോവിക്കാനാണോ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? നിങ്ങളായിട്ട് പറയിപ്പിച്ചതല്ലേ? ശരിയാ, എല്ലാം ദൈവത്തിന്റെ മറുപടികളാ. ഞങ്ങളൊന്നും നിഷേധിക്കുന്നില്ല. ബാലയെ ഉപദ്രവിച്ചിട്ടുണ്ട്, നന്നായിട്ട്. ഈശ്വരൻ തരുന്ന ശിക്ഷകൾ സ്വീകരിക്കാം, അല്ലാതെന്താ പോംവഴി? എന്റെ വിമലാമേ, ക്ഷമിച്ചുകളാ. ഒരു മനുഷ്യൻ എത്ര ശത്രുവായിരുന്നാലും ആപത്ത് കാലത്ത് ഉപദ്രവിക്കുന്നത് ഞങ്ങളുടെ ശീലമല്ല. ചെല്ല്, അകത്തേക്കല്ലേ. ഇത് നിങ്ങളുടെ വീടായിട്ട് തന്നെ കരുതാം. ഉള്ള സൗകര്യത്തിൽ കഴിയാം. പഴയ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് ഈ വീട്ടിൽ ആരും നിങ്ങളോട് പെരുമാറില്ല. ചന്ദ്ര, നിങ്ങളുടെയൊക്കെ മനസ്സ് ഇത്ര വലുതാണെന്ന് ഞാൻ കരുതിയില്ല. ആ, അങ്ങനെയൊന്നും കാണണ്ട. മനുഷ്യരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കേണ്ടവരല്ലേ. ജയ, ഇവർക്ക് കുടിക്കാൻ എന്താണെന്ന് വെച്ചാൽ കൊടുക്ക്. പിന്നെ ആ തെക്കേറ്റത്തെ മുറിയും തുറന്നു കൊടുക്ക്. എന്റെ കുട്ടി നല്ലവനാ ചന്ദ്രൻ. പെരുവഴിന്നാ ഞങ്ങളെ ഇങ്ങോട്ട് ചന്ദ്രൻ കൂട്ടിക്കൊണ്ടു വന്നേ. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ചന്ദ്രേട്ടനെല്ലാം പെട്ടെന്ന് മറക്കുന്ന കൂട്ടത്തിലാ. പക്ഷെ ഞാനും അമ്മ അങ്ങനെയല്ല. ഓർക്കേണ്ടതൊക്കെ ഓർത്തിരിക്കും. രാജീവ്, രേഖ പോയി. പോയെന്നോ? അതെ, ഇനി ഒരിക്കലും ആ കുട്ടി ഇങ്ങോട്ട് വരില്ല എന്ന്. ഈശ്വര, സോറി രാജീവ്, ഞാൻ കാരണം. സോറി. പോയിന്റ് മുമ്പിന്ന് സോറി എന്ന 2 അക്ഷരം കൊണ്ട് എനിക്ക് സംഭവിച്ച മഹാദുരന്തത്തിന് പ്രായശ്ചിത്തം ചെയ്യാൻ ശ്രമിക്കണ്ട. നിങ്ങൾ കാരണമാ. മനുഷ്യത്വത്തിന്റെ പേരിൽ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തതിന്റെ പേരിലാ എനിക്ക് എന്റെ ലൈഫ് നഷ്ടമായത്. രാജീവ്, എന്റെ അവസ്ഥ അറിയണ്ട. എനിക്ക് ഒരാളുടെ അവസ്ഥ എനിക്കറിയണ്ട. പാവൻ രേഖ എന്നെ വിശ്വസിച്ചിറങ്ങി വന്നവൾ, അവള് പോയി. എനിക്ക് അവളെ നഷ്ടമായി. അല്ല, രേഖ ഇറങ്ങിപ്പോയപ്പോ നിങ്ങൾക്ക് അവളെ തടയാമായിരുന്നില്ലേ? അന്തസ്സുണ്ടെങ്കിൽ അവൾക്ക് മുമ്പേ നിങ്ങൾ ഈ വീടോട്ട് ഇറങ്ങി പോണമായിരുന്നു. അത് ചെയ്തില്ല. ഏയ്, നിങ്ങളാള് ശരിയല്ല. ഞാൻ എവിടേക്ക് പോകും? അത് ഞാനെങ്ങനെ അറിയണ? ഞാൻ ക്ഷണിച്ചിട്ടൊന്നുമല്ലോ നിങ്ങളോട് വന്നത്. രാജീവ്, ഭൂതകാലം അറിയാത്തൊരു പെണ്ണാ ഞാൻ. എനിക്ക് മുമ്പിൽ ഒരാൾ മാത്രം, സ്റ്റീഫൻ. അതല്ലാതെ ഊരും ബന്ധുക്കളും ഒന്നും അറിവില്ലാത്തവളാ ഞാൻ. എനിക്കുണ്ടാകും കയറി കിടക്കാൻ ഒരു വീട്, സാന്ത്വനിപ്പിക്കാൻ മാതാപിതാക്കൾ. പക്ഷെ എനിക്ക് ഇവരെ അറിയില്ല. ഇപ്പോഴും സംഭവിച്ചൊരു അപകടത്തിൽ എനിക്ക് എന്റെ ഓർമ്മ നഷ്ടമായി. ഉണരുമ്പോ ഞാൻ കണ്ടത് സ്റ്റീഫനെ മാത്രം. സ്റ്റീഫൻ പറയുന്നത് എനിക്ക് സത്യം. സ്റ്റീഫൻ കാണിച്ചു തരുന്നത് എന്റെ വഴി. ഈ വീട്ടിൽ നിന്നും രേഖ ഇറങ്ങുന്നതിന് മുൻപ് എനിക്ക് ഇറങ്ങാമായിരുന്നു. പക്ഷെ പോകാഞ്ഞത് പോലീസിന്റെ വായിലേക്കാവും എന്ന് നിശ്ചയമുള്ളതുകൊണ്ട്. അതെ രാജീവ്, പോലീസ് അന്വേഷിക്കുന്ന ഒരു കൊലക്കേസിലെ പ്രതിയാ ഞാൻ. സേലത്തെ അമ്പി എന്ന ഒരു അധോലോക നായകനെ വെടിവെച്ച് കൊന്നവൾ. പോലീസിന്റെ കൈവിലങ്ങിൽ നിന്നും എന്നെ രക്ഷിക്കാനാ രാത്രിക്ക് രാത്രി എന്നെയും കൊണ്ട് സ്റ്റീഫൻ നാട് വിട്ടത്. ആ യാത്ര മറ്റൊരു ദുരന്തത്തിന്റെ തുടക്കമാവുമായിരുന്നു. അത് രാജീവ്, ഈ പടിയിറങ്ങുന്ന നിമിഷം മുതൽ റീത്ത് അറസ്റ്റിലാവും.
ഇതാ ഇവിടുത്തെ രീതി. വൈകിട്ട് കഞ്ഞി, കടിച്ചുകൂട്ട് കാന്താരി മുളക്. ഈ കാന്താരി മുളക് മതി ഞങ്ങൾക്ക് 2 നാഴി അരിയുടെ കഞ്ഞി കുടിക്കാൻ. ഞങ്ങൾക്ക് ഇതൊന്നും ശീലമില്ല മോളെ. അറിയാം, ശ്രീമംഗലത്ത് പാൽ കഞ്ഞിയും 18 കൂട്ടം കറികളുമാണ് നിത്യമെന്ന് ബാലാമണി പണ്ട് പറഞ്ഞത് ഓർമ്മയുണ്ട്. അല്ല, 2 ചപ്പാത്തി കിട്ടാൻ വല്ല മാർഗമുണ്ടോ മോളെ? ചപ്പാത്തിയോ? ശിവ ശിവ, ഈ വീട്ടിലെ ചപ്പാത്തി പരത്തിയതായി എനിക്ക് ഓർമ്മ പോലുമില്ല. എന്റെ മോളെ, കുറച്ച് അച്ചാറ് വല്ലതും. ഷോ, അതൊക്കെ ഉണ്ടാക്കാൻ ആർക്കാ അമ്മായി നേരം? അല്പം മോര് കിട്ടുമോ? മോര് ഇവിടെ മോരിന് പശുവൊന്നുമില്ല. ആകെ കൂടി ചായക്ക് വാങ്ങുന്നത് 1 കവറ് പാലാ. അത് ഒറയൊഴിക്കാൻ ബാക്കി കാണുകയില്ല. എന്തിനാ മോരും അച്ചാറും? കാന്താരി മുളകും കടിച്ചു കൂട്ടി ഒന്ന് കഴിച്ചു നോക്ക്. കഴിക്ക. ഇതമ്മായി നിറച്ചും കഴിക്കും. കഴിച്ചോ? അയ്യോ, എന്തു പറ്റി? കഞ്ഞിക്ക് വല്ലാത്തൊരു നാറ്റം. ആ, ഇത് റേഷനരിയാ. ഞങ്ങൾക്കിതൊക്കെ ശീലമാ. 2 ദിവസം കൊണ്ട് നിങ്ങൾക്കും ഇത് ശീലമാവും. കഴിക്കേ. ചന്ദ്രേട്ടാ, ദേ ഇവർക്കേ മുളക് കടിച്ച് കഞ്ഞി കുടിക്കാൻ എന്തോ ഒരു ഇഷ്ടക്കേട്. എന്താ? എന്താ നിന്റെ ഭാവം? മനസ്സിലായില്ല. മുളകല്ലാതെ കഞ്ഞിക്ക് വേറൊന്നും ഉണ്ടാക്കിയില്ലേ വീട്ടിൽ? അത് തന്നെ കൊടുക്കാൻ പാടില്ലാത്തതാ. ജേ, ഇതൊട്ടും ശരിയല്ല. 2 കൂട്ടം കറി ഉണ്ടാക്കി ഊണ് കൊടുക്കാൻ വരുന്നില്ലേ? 4-5 കൂട്ടം കറികളും പപ്പടവും പഴവും പായസമൊക്കെ കൂട്ടി വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കേണ്ട കാര്യമൊന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആവശ്യമില്ല. അറിയിക്കുന്നവർക്കേ കൊടുക്കാവൂ. നീ ഇന്ന് മുളക് കടിച്ചു കൂട്ടിയാണോ കഞ്ഞി കുടിച്ചത്? എനിക്കെന്താ പ്രാന്ത? ഞാൻ നല്ല ഒന്നാന്തൻ സാമ്പാറും പപ്പടവും മെഴുക്കുപുരട്ടിയൊക്കെ കൂട്ടിയാ കൊണ്ടത്. ചന്ദ്രേട്ടൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇവർക്ക് മാത്രം എന്താ? അവര് ഗസ്റ്റുകളല്ലേ, സ്പെഷ്യൽ ഇനവാ കാന്താരി മുളക്. എന്തായാലും ശ്രീമംഗലത്ത് ഇങ്ങനൊരു സ്പെഷ്യൽ വിഭവം കൂട്ടി അവര് ഉണ്ടിട്ടുണ്ടാവില്ല. അത് ശീലിക്കട്ടെ ചന്ദ്രേട്ടാ. ചന്ദ്രേട്ടനായിട്ട് ആ വക കാര്യത്തിലൊന്നും ഇടപെടണ്ട. ഇങ്ങോട്ട് വന്നേ, വന്ന് വല്ലതും കഴിക്ക്. വാ. ആഹാ, 2 പേരുടെയും പ്ലേറ്റ് കാലിയായല്ലോ. എങ്ങനെയുണ്ടായിരുന്നു സപ്പർ? വെരി ഗുഡ്. ഇത്രയും സൂപ്പറായ ഒരു സപ്പർ എന്റെ ജീവിതത്തിൽ ആദ്യ.